അഞ്ജു ഡേവിസ് ഇത് ഈ രണ്ട് അക്കൗണ്ടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര വീക്കായി നിങ്ങൾക്ക് 7 മന്ത് വെച്ച് നോക്കുമ്പോൾ സ്ലീപ്പിംഗ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമുക്ക് കിടക്കുമ്പോൾ ഉള്ള ആ ഒരു ഉറപ്പ് കിട്ടാത്തുള്ള ഒരു പ്രശ്നങ്ങൾ. ഇനിയുള്ള ഈ മാസങ്ങളിൽ നമുക്ക് ഷുഗർ കൂടാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞതുകൊണ്ട് കഴിച്ചാണുള്ളത്. അതായത് ചോക്ലേറ്റ്സ് പിന്നെ ചായ കാപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാണ്ടിരിക്കുന്നത്. ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് വന്ന് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്. അതായത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ അവരുടെ അതായത് ഓരോ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ കണ്ട കമൻറ്റ് വെച്ചിട്ട് അതിനൊക്കെയുള്ള ആൻസർ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അതിൽ കുറേയൊക്കെ റിപ്പീറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആ റിപ്പീറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഞാൻ ഒറ്റ ഇതിനകത്ത് ആൻസർ ചെയ്യാം. അപ്പോൾ ചോദിച്ചാൽ ആരാന്ന് ഞാനിങ്ങനെ ഇവിടെ വീഡിയോൻ്റെ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അഷീൻ നിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നിന്നും അതേപോലെ തന്നെ വേറെ അഷീൻ നിച്ചു അതേപോലെ തന്നെ അഞ്ജു ഡേവിസ് ഇത് ഈ രണ്ട് അക്കൗണ്ടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര വീക്കായി എന്നിപ്പോൾ. അപ്പോൾ ഇപ്പോൾ എനിക്ക് 32 വീക്സ് കംപ്ലീറ്റ് ആയി 33ലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പിന്നെ രമ്യ ശ്രീകുമാർ 1212 ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി ഡേ ഇൻ മൈ ലൈഫ് ഇടാമോ എന്ന്. പ്രഗ്നൻസി ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ കാര്യമായിട്ട് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഞാൻ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അധികം മടി പിടിച്ചിരിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ പ്രഗ്നൻസി ഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇടാം. പിന്നെ വേറെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ adus/y3m അങ്ങനെയാണ് പേര്. എന്നാണ് ഡേറ്റ് പറഞ്ഞേക്കുന്നതെന്ന്. ഇപ്പോൾ ഡേറ്റ് അതായത് ഞാൻ 7 മന്ത് ഗ്രോത്ത് സ്കാൻ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിൽ വെച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ബേസിലല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുണ്ടാവുമല്ലോ. നമ്മൾ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇന്നേത് അതിൻ്റെ ഡെലിവറി ഡേറ്റ് എന്ന്. അപ്പോൾ അതിനകത്തുണ്ടായിരുന്നത് എന്നത് March 14 ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഗ്രോത്ത് സ്കാൻ കഴിഞ്ഞ് വന്നപ്പോൾ അത് കുറച്ചൊന്ന് മുന്നോട്ടേക്കായിട്ടുണ്ട്. അതായത് ഒരു ഫസ്റ്റ് മന്ത് നമുക്കിപ്പോൾ ഒരു March ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് അങ്ങനെ പറയാം. അപ്പോഴായിരിക്കും ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഓക്കെ അത് സെയിം ആളുടെ ആയിട്ടാണ് കേട്ടോ. അദൂസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അദൂസ് y3m അവർ ചോദിച്ചേക്കുന്നത് ഫുൾ ഓപ്പൺ നൈറ്റി വാങ്ങുന്നുണ്ടോ ഹോസ്പിറ്റൽ ബാഗിലേക്ക്. എന്നോട് ഇവിടെ അങ്ങനെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഫുൾ ഓപ്പൺ നൈറ്റി ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. പക്ഷേ വേണം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫുൾ ഓപ്പൺ നൈറ്റി ഉണ്ടാവുന്നത് നന്നായിരിക്കും. കാരണം സി സെക്ഷനൊക്കെ ആണെങ്കിൽ ഇത് വേറെ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു സൈഡിൽ മാത്രം കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ബട്ടൺസ് ഉള്ള ഫുൾ ഓപ്പൺ നൈറ്റി ആയിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം ഓൺലൈനിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് ഞാനൊന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഹോസ്പിറ്റൽ ബാഗിലേക്ക് ഒരു ഓപ്പൺ നൈറ്റി നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ജിത മാജി 3420 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ്. കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ കഴുകിയിട്ടോ എത്ര മന്തായി എന്നാണ് ചോദിച്ചേക്കുന്നത്. സാധനങ്ങളൊക്കെ അതായത് ഞാനിപ്പോൾ കുറച്ച് ബൾക്കായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതായത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് ഐറ്റംസ് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. പോയി വാങ്ങാൻ ഉള്ളൊരു സന്ദർഭം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം ഓൺലൈൻ തന്നെയാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കഴുകി ഉണക്കി അയൺ ചെയ്തിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ ബാഗിലേക്ക്. പിന്നെ എത്ര മന്തായി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8 മന്ത് കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 8 മന്ത് സ്റ്റാർട്ട് ചെയ്തു. അതായത് 32 വീക്സ് കംപ്ലീറ്റ് ആയി എന്നാണ് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ എപ്പോഴാണ് ഡെലിവറി ഡേറ്റ് എന്ന് minu/PHQ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ഡെലിവറി ഡേറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഡെലിവറി ഡേറ്റ് എപ്പോഴാണെന്ന് ഒരു March സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് എപ്പോഴെങ്കിലും ഉണ്ടാവുമായിരിക്കാം. പിന്നെ ഇതൊക്കെ കൂടി ഒരുമിച്ചിട്ട്
പിന്നെ ഈ ഒരു എല്ലാ ക്വസ്റ്റ്യനും കൂടെ ഒരുമിച്ച് വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ ചോദിച്ചോ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നൊരു ഷോർട്സിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ് കേട്ടോ. റിൻസിയ ഫൈസൽ എന്ന് പറയുന്നൊരു അക്കൗണ്ട്. എത്ര വീക്കായി, പൊസിഷൻ എങ്ങനെയാണ്, ബേബീൻ്റെ വെയിറ്റ് എത്രയാണ്, ഡ്യൂ ഡേറ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഇപ്പോൾ ഒരു സ്കാൻ എൻ്റെ കഴിഞ്ഞത് 7 മന്തിൻ്റെ ക്രോസ് സ്കാനാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പൊസിഷൻ സിഫാലിക് എന്നാണ് അതിനകത്ത് കാണുന്നത്. അതായത് ഹെഡ് ഡൗൺ, കാല് മേലെ, അങ്ങനെയല്ലേ സിഫാലിക് എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അതിനകത്ത് കണ്ടിട്ടുണ്ടായത്. പിന്നെ വീക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി. ബേബീൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ഇപ്പോൾ നമുക്കിപ്പോൾ 7 മന്തിൽ സാധാരണ 1.5 ആ ഒരു റേഞ്ചിൽ വേണമെന്നല്ലേ പറയാറ്. അപ്പോൾ അതിനേക്കാൾ ഒരു ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഡോക്ടർ അതിനനുസരിച്ചുള്ള ഡയറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ. ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ടോ അതിന് ഞാൻ ആൻസർ പറഞ്ഞു. മാർച്ച് ഒരു 2nd വീക്ക് അല്ലെങ്കിൽ 1st വീക്ക് ആ ഒരു ഇതിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. ബാക്കിയൊക്കെ റിപ്പീറ്റുള്ള ക്വസ്റ്റ്യൻസ് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ അടിയിൽ മറ്റേ വീഡിയോയിൽ ഞാൻ കമൻറ്റ് ചെയ്ത് കാണാത്ത ആൾക്കാർ പിന്നെ വേറെ വന്ന് ചോദിക്കുന്നത്, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്ര എടുക്കാൻ തോന്നിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എൻ്റെ 7 മന്തിൻ്റെ സ്കാനിങ് ആണ് കഴിഞ്ഞത്. ഇനിയിപ്പോൾ എനിക്ക് ചെക്കപ്പ് വരുന്നത് നെക്സ്റ്റ് മന്താണ്. അതായത് ഫെബ്രുവരിയിൽ ഒരു ചെക്കപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ പിന്നെ സ്കാനിങ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 8 മന്ത് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് വലിയ കാര്യമായ ചേഞ്ചസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. മറ്റേ 7 മന്ത് വെച്ച് നോക്കുമ്പോൾ സ്ലീപ്പിംഗ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമുക്ക്, കിടക്കുമ്പോൾ ഉള്ള ആ ഒരു ഉറപ്പ് കിട്ടാത്തുള്ള ഒരു പ്രശ്നങ്ങൾ, അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് മറ്റേ മാസങ്ങളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ എന്താ പറയുക, അടുത്ത സ്കാനിങ്ങിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ഞാൻ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ കറൻ്റ്ലി എനിക്കിപ്പോൾ എന്താ ഡിഫറൻസ് കഴിഞ്ഞ മാസത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഫുഡൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പോൾ കഴിക്കുന്നത്. പിന്നെ ഷുഗറിനെ മാക്സിമം ഒഴിവാക്കിയിട്ടാണുള്ളത്. കാരണം ഇനിയുള്ള ഈ മാസങ്ങളിൽ നമുക്ക് ഷുഗർ കൂടാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണുള്ളത്. അതായത് ചോക്ലേറ്റ്സ്, പിന്നെ ചായ, കാപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയാനുള്ളത്. അല്ലാതെ വെച്ച് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും മറ്റേത് മാസങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ചെറിയൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നമുക്ക് ബൈ.